ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പക്ക ഉദാഹരണമാണ് നമ്മുടെ മണവാളിന്റെ അച്ഛനും അമ്മയും കൊടുത്ത പ്രസ് കോൺഫറൻസ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ഞാൻ കുറച്ച് ഭാഗങ്ങൾ വെക്കാം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇത് നേരിട്ട് ചാനലിൽ പോയി തന്നെ അത് കാണാൻ പറ്റും. ഏത് ചാനലാണ്? എല്ലാ ചാനലിലും ഏകദേശം എല്ലാ ചാനലിലും തന്നെ ആ വീഡിയോ, പ്രസ് കോൺഫറൻസ് വീഡിയോ വന്നിട്ടുണ്ട്. മണവാളിന്റെ അച്ഛനും അമ്മയും മണവാളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രസ് കോൺഫറൻസ് വെക്കുകയാണ്. എൻ്റെ മോനെ അവരെല്ലാം കൂടെ പിടിച്ചു നിർത്തി കഴുത്തിന് പിടിച്ച് ഞെരിച്ച് മുടി വെട്ടിച്ച് കളഞ്ഞു. രണ്ട് കുട്ടികളെ ഇടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചതൊന്നും കുറ്റമല്ല. പക്ഷേ എൻ്റെ മോന്റെ തലമുടി വെട്ടിയത് പ്രശ്നമാണെന്നാണ് മണവാളിന്റെ അച്ഛനും അമ്മയും പറയുന്നത്. ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ യൂട്യൂബർ മണവാളന്റെ കുടുംബം മകന്റെ മുടിയും താടിയും മീശയും വെട്ടി രൂപമാറ്റം വരുത്തിയെന്ന് പിതാവ് നൌഷാദ് ആരോപിച്ചു. മകനെ മനഃപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ കുടുംബം പരാതി നൽകി. ഇത് എല്ലാ മാതാപിതാക്കളെയും പോലെ ഒരു അമ്മയുടെ രോദനമാണ്. എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾ എന്ന് പറയുന്നത് അവരുടെ സ്വത്താണ്, അവരുടെ എല്ലാമാണ്. പക്ഷെ സ്വന്തം മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയും, ശരിയായ മാർഗത്തിൽ നടത്തുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്. അത് ഇവര് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങള് കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. ഉമ്മ മുടി മുറിച്ച് ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത്. അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ച് മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെന്ന്. പണ്ടൊക്കെ എല്ലാ മാതാപിതാക്കളും മുടി വളർത്തിയാൽ അല്ലെ ദാടി വളർത്തി കഴിഞ്ഞാൽ പറയും, എടാ നിന്റെ എന്ത് കോലമാണ്, നിന്നെ കണ്ടാൽ പോലും തിരിച്ചറിയുന്നില്ലല്ലോ. എന്നെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ ചോദിക്കാറില്ല, പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്ത് കോലമാടായിരുന്നു മുടിയും ദാടിയൊക്കെ വളർത്തി? ഇപ്പൊ എന്നെ ചോദിക്കുന്നില്ല, ഇപ്പം വിട്ട് കളഞ്ഞു. പക്ഷെ പണ്ട് നമ്മൾ അങ്ങനെ ചോദിക്കും. പക്ഷെ ഇവിടെ ഈ അമ്മ പറയുന്നത് ദാടിയും മുടിയൊക്കെ എടുത്ത് മുടിയൊക്കെ നല്ല പറ്റ വെട്ടി ദാടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നില്ല എന്ത് കോലമാക്കിയാണ് ഈ പോലീസുകാർ ചെയ്തതെന്ന് ചോദിക്കും. ഞാനിത് കളിയാക്കി പറഞ്ഞില്ല, നമ്മളൊരു കാലത്തിന്റെ ഒരു വ്യത്യാസം, പണ്ട് മാതാപിതാക്കൾ ചിന്തിച്ച രീതി ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചിന്തിക്കുന്ന രീതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ ബാക്കി എന്താണ് പറഞ്ഞു ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെന്ന്. അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി. കേസ് ചെറിയൊരു കേസല്ല, രണ്ടുപേരെ ഇടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ച ഒരു കേസാണ്. അതിനുശേഷം 10 മാസം ആൾ ഒളിവില് കൂറുകളൊക്കെ പോയി എൻജോയ് ചെയ്യായിരുന്നു. അതിന്റെയൊക്കെ കട്ടക്കലിവ് പോലീസുകാർക്കുണ്ട്. ഇത്രയും പ്രശ്നമുള്ള ഒരു കേസിൽ അവരെ ഇട്ട് വലച്ച ഒരു വ്യക്തിയാണ്. അത് പണി കൊടുത്തതാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. എന്തായാലും മുടി മുറിച്ചു എന്നുള്ളതാണ്. അപ്പം മുടി മുറിച്ച സമയത്ത് മണവാളൻ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ കുറിച്ച് തൃശ്ശൂർ മെന്റൽ ഹോസ്പിറ്റലിലോട്ട് ചെക്കിങ്ങിന് കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ദിവസം മണവാളൻ കാണിച്ച ഓരോ കാര്യങ്ങൾ, ജയിലിന്റെ മുമ്പിൽ നിന്ന് കാണിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ രണ്ടുപേരെ ഇടിച്ചിട്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്, അല്ലാതെ പെറ്റി കേസൊന്നുമല്ല. അപ്പം അതിൻ്റെതായ ഒരു തീവ്രത ആ കേസിന് കാണണം. വെറും ലാഘവത്തോടെ ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഇതൊക്കെ. മുഖത്ത് കണ്ട ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒന്നും അല്ല, രണ്ടുപേരെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചാൽ അതൊന്നും ഒരു കേസല്ല എന്നുള്ള രീതിയിലുള്ള തോട്ട് പ്രോസസ് ആയിരുന്നു മണവാളിനുള്ളതെന്നാണ് തോന്നുന്നത്. ഇപ്പം അതെല്ലാം മാറി കിട്ടി, മുടി ദാടി എല്ലാം വെട്ടിക്കളഞ്ഞു. മണവാളിനോട് ഒരു 50% സപ്പോർട്ടുള്ളവർ കൂടി ഇപ്പം മണവാളിനെതിരെയായി എന്നുള്ളതാണ്. ഈ പ്രസ് കോൺഫറൻസ് കൊണ്ട് ഒരു പോസിറ്റീവ് ഉണ്ടായില്ല, എന്നാൽ നെഗറ്റീവ് ഉണ്ടാവുകയും ചെയ്തു. എന്താണ് ബാക്കി പറയുന്നത് നമുക്ക് നോക്കാം. ഈ കുടുംബം ആരോപിക്കുന്നത് ഇത് നിർബന്ധിച്ച് അതെന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ജയിൽ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറുന്നു എന്നൊരു ആരോപണമാണ്. അതായത് മുടി വെട്ടുക അല്ലെങ്കിൽ എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും ഈ മീശയും താടിയും ഒക്കെ തന്നെ വളരെ കുച്ചിയായി പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് മാറ്റിയത് എന്തിനെന്നൊരു ചോദ്യമാണ് കുടുംബം പറയുന്നത്. ഈ അതോടൊപ്പം തന്നെ ഈ റിമാൻഡിൽ കഴിയുന്ന പ്രതികളോട് ഇത്തരത്തിൽ മുടി മുറിക്കണമെന്ന നിർബന്ധമില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്ന. മകനോട് വളരെ മോശമായി പെരുമാറി, അതോടൊപ്പം തന്നെ വളരെ നിർബന്ധിച്ചാണ് മകന്റെ ഈ മുടിയും തായും ഒക്കെ വെട്ടിച്ചത്. അതോടൊപ്പം മകനോട് ഈ ഇത്തരത്തിൽ, അതായത് ജയിൽ ഉദ്യോഗസ്ഥർ
മനോരോഗിയായിട്ടേ പുറത്തേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും അതുപോലെ തന്നെ DGPക്കും അടക്കമുള്ളവർക്ക് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബം കോടതിയും സമീപിച്ചിട്ടുണ്ട്. അതായത് മകനെ കോടതിയിലേക്ക് വിളിപ്പിച്ച് മകന്റെ നിലവിലെ രൂപം മാറ്റം വരുത്തിയത് പരിശോധിക്കുക, അതുപോലെ തന്നെ മകനെ ആ ജയിലിൽ നിന്നും മാറ്റുക. അതായത് നിലവിൽ തൃശൂർ ജില്ലാ ജയിലിലാണ് മകൻ, അതുകൊണ്ട് മകന്റെ അവിടെ സുരക്ഷിതല്ല, അതുകൊണ്ട് മകൻ ആ ജയിലിൽ നിന്നും മാറ്റണം. അതോടൊപ്പം തന്നെ ഈ മകൻ നേരിട്ട അതിക്രമങ്ങൾക്ക് ഒരു അന്വേഷണം നടത്തണം എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവർ നൽകിയ പരാതികളിലും പറയുന്നത്. എന്തായാലും കുടുംബം ഇതിനുമായി ബന്ധപ്പെട്ട പരാതി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കൃത്യമായി തന്നെ ഈ SP-യുടെ, അതായത് ജില്ലാ ജയിലിലെ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ ഇത് ജയിലിലെ നിയമപ്രകാരമാണ് നടപടിയെടുക്കുന്നത്. മറ്റ് തടവുകാർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഈ മുടി മുറിച്ചത്, അതായത് ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മണവാളന്റെ മുടി മുറിച്ചത് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില അസ്വാസ്ഥ്യങ്ങൾ കാണിച്ചതോടെയാണ് ഇയാളെ തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എതിരായാണ് ഇപ്പോൾ എന്തായാലും കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മണവാളൻ ഏകദേശം ഒരു 9 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് മണവാളനെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെസ്റ്റ് പോലീസ് കുടകിൽ നിന്നും പിടികൂടുന്നത്. 2 കോളേജ് വിദ്യാർത്ഥികളായ യുവാക്കളെ വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ്, വാനിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നിലവിൽ റിമാൻഡിൽ തൃശൂർ ജില്ലാ ജയിലിൽ മണവാളൻ റിമാൻഡിൽ കഴിയുന്നത്. പയ്യനെ മാനസിക രോഗിയാക്കി മാറ്റും എന്ന് പോലീസുകാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷേ മുടി വെട്ടിയതിന് ഇത്രയും ബുദ്ധിമുട്ട് കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു കാര്യമാണ്. മുടിയാണ് അത് വീട്ടിൽ വളർന്നു വരും. ഇത്രയും വയലന്റ് ആവേണ്ട ഒരു കാര്യം അതിനകത്തുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല രീതിയിൽ ഇടിച്ചു എന്നുള്ളതാണ്. ആ 2 പിള്ളേർക്കും നല്ല പഴിക്കുണ്ട്. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ കടിച്ച് തിരിച്ച് എന്തോ ട്രിപ്പിന് വന്ന പോലൊക്കെ കാണിക്കാൻ കഴിഞ്ഞാൽ അത് ആർക്കായാലും അത് ബുദ്ധിമുട്ടുണ്ടാകും. പോലീസുകാർക്ക് അവരുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ജയിലിനകത്തുള്ള മറ്റ് ജയിൽ പുള്ളികൾ കംപ്ലൈന്റ് ചെയ്തതനുസരിച്ചാണ് മുടി മുറിച്ചതെന്നാണ് പറയുന്നത്. എത്രത്തോളം വാസ്തവം നമുക്കറിയത്തില്ല. കൈവിട്ടു പോയ കളിയായിരുന്നു ഇവർ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം. എന്നിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് മാതാപിതാക്കളൂടെ വന്ന് അതിനെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്തതല്ലാതെ അത് താഴ്ന്നതായിട്ട് തോന്നുന്നില്ല. ഇത് കൂടുതലും മണവാളിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ മാതാപിതാക്കളുടെ റെസ്പോൺസ് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ചെയ്യുക.